ഹെയർ പാക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളവരുടെ കമൻറ്റ്സ് ഒരുപാട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കമൻറ്റ്സ് ഞാനിവിടെ കൊടുക്കാം. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണത്. ഇത് ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കേ. ഇതാണ് കുറച്ച് കമൻറ്റ്സ്. തീർന്നിട്ടില്ല, മുന്നോട്ട് ഞാൻ കാണിക്കാം. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അനുഖി. എൻ്റെ പേര് അനുഷ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹെയർ പാക്ക് ആണ്. അപ്പോൾ ഞാനത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി അതിനുണ്ടായിരിക്കുമെന്ന്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഏതാണ് ഏറ്റവും ഫേവറേറ്റ് ഹെയർ പാക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ആൻസർ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഹെയർ പാക്ക് ആണ്. നിങ്ങളുടെ ഹെയർ ഭയങ്കര ഫ്രിസി ആണ്, അതുപോലെ തന്നെ റഫ് ഹെയർ ആണ്, ഡ്രൈ ഹെയർ ഒക്കെയാണ്, നിങ്ങൾക്കൊരു കുറച്ചൊരു മാനേജബിൾ ഹെയർ ആയിട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ളവർക്കാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടായിരിക്കും കമൻറ്റുകൾ. അപ്പോൾ കുറച്ച് കമൻറ്റ്സ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നല്ല സന്തോഷമായി ചില കമൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ. 1-2 പേർക്ക് സ്യൂട്ട് ആയിട്ടില്ല എന്നും പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഹെയർ ടൈപ്പിന് സ്യൂട്ടായി, അല്ലെങ്കിൽ എൻ്റെ ഹെയർ ടൈപ്പിന് ഒരു 100% സ്യൂട്ടായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ഹെയറിന് അത് സ്യൂട്ട് ആവണമെന്നൊരു നിർബന്ധമില്ല. എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എല്ലാവരുടെയും ഹെയർ ടൈപ്പ് ഡിഫറെൻ്റ് ആണ്. എന്തായാലും നമുക്ക് ഈ ഒരു ഹെയർ പാക്കിൻ്റെ പ്രിപ്പറേഷൻ, അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. അതിനുശേഷം ഈ ഹെയർ പാക്കിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. ഹെയർ പാക്ക് ഉണ്ടാക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആദ്യം ഞാൻ തൈരാണ് എടുത്തിട്ടുള്ളത്, കട്ടിയുള്ള തൈരാണ്. അടുത്തത് എഗ്ഗാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതിനുശേഷം നിങ്ങൾക്ക് കാസ്റ്റർ ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഒലീവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, ഏതെങ്കിലും ഒരു ഓയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ആലോവേര ജെല്ല് നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, മിക്സിയിലിട്ട് അടിക്കേണ്ടി വരും. അപ്പോൾ വല്ലാണ്ട് ഒരു ലിക്വിഡി കൺസിസ്റ്റൻസി ആയിരിക്കും. നിങ്ങളുടെ കയ്യിലുള്ള ആലോവേര ജെല്ല് യൂസ് ചെയ്താൽ മതി. വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ഓൾറെഡി ഹെയർ ഓയിലും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൈകൊണ്ട് അപ്ലൈ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാണ്, കുഞ്ഞു കുഞ്ഞു സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട്. അപ്പോൾ ഇത് താഴെ മെസ്സി ആവാനുള്ള സാധ്യതയുണ്ട് കംപ്ലീറ്റ്ലി. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത ശേഷം ഒന്നുകിൽ ഇങ്ങനെ കെട്ടി വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഒരു 20 മിനിറ്റ്സ് വെക്കാം. എന്താ പറയുക, നീരിറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അധിക സമയം വെക്കേണ്ട. നിങ്ങൾക്ക് പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുകയാണ് ചെയ്യുക. സോ അതായിരുന്നു ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ആൻഡ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നന്നായിട്ട് ഷാമ്പു യൂസ് ചെയ്തിട്ട് തന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. അതിനുശേഷം നിങ്ങളുടെ ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ യു കൻ ഡെഫിനറ്റ്ലി യൂസ് കണ്ടീഷണർ. നിങ്ങൾക്ക് കണ്ടീഷണർ യൂസ് ചെയ്യാം. ഇനി അത് കഴിഞ്ഞിട്ട് സിറം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സിറം യൂസ് ചെയ്യാം. ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ എഗ്ഗ് കംപ്ലീറ്റ് എടുക്കണോ, എഗ് വൈറ്റ് മാത്രം പോരെ? കാരണം എഗ് യോക്ക് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്മെല്ല് കൂടുതൽ വരുന്നത്. അപ്പോൾ എഗ് വൈറ്റ് യൂഷ്വലി ഓയിലി ഹെയറിനെ ട്രീറ്റ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എഗ് യോക്കിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എഗ് വൈറ്റ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ എഗ് യോക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രൈ ഹെയറിനെ മോയ്സ്ചറൈസ് ചെയ്യാൻ. എഗ് യോക്കിന് മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എഗ് യോക്ക് യൂസ് ചെയ്യുന്നത്. എൻ്റെ പോലത്തെ നോർമൽ ഹെയർ ടൈപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾ എഗ് യൂസ് ചെയ്യാം. 2 ആഴ്ചയിൽ ഒരു തവണയൊക്കെ യൂസ് ചെയ്താൽ മതി. നിങ്ങളുടെ എക്സ്ട്രീം ഡ്രൈ ആയി കിടക്കാണ്, ഫ്രിസി ആയി കിടക്കാണ്, മാനേജബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി വൺസ് യൂസ് ചെയ്യാം. ഷാമ്പു യൂസ് ചെയ്തിട്ട് തന്നെ വാഷ് ചെയ്ത് കളയണം. നമ്മൾ എഗ് യൂസ് ചെയ്യുന്നത് കൊണ്ട് എഗിൻ്റെ സ്മെല്ല് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷാമ്പു യൂസ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം കേട്ടോ. ഇപ്പോൾ ഇത് സെക്കൻഡ് ഡേ ആണ്. എൻ്റെ ഹെയർ സെക്കൻഡ് ഡേ ആണ്. ഇന്നലെയാണ് ഞാൻ ഈ പാക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റിസൾട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഹെയർ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതാണ് ഈ ഒരു പാക്കിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു ഹെയർ പാക്കും. കാരണം ഈ ഹെയർ പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ നമുക്കിങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ തോന്നും. അത്രയും എൻ്റെ ഹെയറിൻ്റെ കേസാണ് പറയുന്നത് കേട്ടോ. നമുക്കിങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കാനേ തോന്നും. അത്രയും നമുക്ക് സ്മൂത്തായിട്ട് ഫ്രീ ആണ്, ടാങ്കിൾസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് കിട്ടും. സോ വീഡിയോ ഇഷ്ടമാണ്, യൂസ്ഫുൾ ആവാണെന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ മറക്കാതെ പ്രസ് ചെയ്ത് ഓൾ എന്നതിൽ കൂടി ടിക്ക് ചെയ്യണേ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതും മിസ്സാവാതെ കാണാൻ പറ്റുന്നതും. സോ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും കീപ് സ്മൈലിംഗ് ആൻഡ് ടേക്ക് കെയർ ആൻഡ് ബി സേഫ്. ബൈ.